വൃക്ക വീക്കാവാതെ നോക്കാം. ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ആകെ വൃക്കയും കിഡ്നി ഡയാലിസിസൊക്കെ ആണല്ലോ. അപ്പോൾ എന്നെക്കുറിച്ച് റഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ കുറേ വീഡിയോയിൽ വന്നിട്ട് അല്ലേ, ഒരുപാടായി വീഡിയോയിൽ വന്നിട്ട്. അപ്പോൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട, ചിലപ്പം ഇത് അക്യുപഞ്ചറിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ജീവിതം ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഇതൊരു പ്രധാനപ്പെട്ട വീഡിയോ ആണ്. ആയാലും എന്നെ സംബന്ധിച്ച് ഇതൊരു പ്രധാനപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വന്നിട്ടുള്ളത്. ഇപ്പോൾ കിഡ്നി സംബന്ധമായ രോഗങ്ങളും അല്ലേ, അതേപോലെ ചൂട് കൂടുതൽ, വെള്ളം കുറേ കുടിക്കണം, അങ്ങനെ പല ചെറിയ മഴ ചാറുന്നുണ്ട്, പല കാരണങ്ങളും പറഞ്ഞ ആൾക്കാരിന്ന് വലിയ പേടിയുള്ള കാലത്ത് ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറേ ദാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം കുടിക്കണം, അവിടെ കിഡ്നി പോയാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല. അപ്പോൾ അതിനനുസരിച്ച് വേറെ മരുന്ന്, വേറെ ഡയാലിസിസ്, മറ്റു കാര്യങ്ങളൊക്കെ നോക്കാന്നുള്ള നിലക്ക് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം കുറേ വീഡിയോയിൽ വന്നിട്ട് എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ചാനലൊക്കെ നഷ്ടപ്പെട്ട കാരണം ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല. അപ്പോൾ ഇത് പുതിയ ചാനലാണ് കേട്ടോ. അപ്പോൾ അതിലൂടെ ഒരു വീഡിയോ പറയാമെന്ന് വിചാരിച്ച്. മറ്റന്നാളെ, ഇന്ന് 5-ാം തീയതി ആണല്ലോ, 6-7 മറ്റന്നാളെ വൈകുന്നേരം പെരിന്തൽമണ്ണ വെച്ചിട്ട്, പെരിന്തൽമണ്ണ മാൾ അസ്ലം കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് നമ്മളെ വൃക്കാരോഗ്യത്തെ കുറിച്ചിട്ടുള്ളൊരു ക്ലാസ്, വൃക്ക വീക്കാവാതെ നോക്കാം എന്നുള്ള ഒരു ക്ലാസ് ലീഡ് ചെയ്യണത് അക്യുമാസ്റ്റർ ഞങ്ങൾ ഗുരുനാഥനായിട്ടുള്ള ഷുഹൈബ് റിയാലു സാറാണ്. കൂടെ നമ്മളെ അക്യുമാസ്റ്റർ അൽത്താഫ് സാറും കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നല്ല ക്ലാസ് ആയിരിക്കും. വെറും 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ടാവും. നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ പല സംശയങ്ങളും പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ സംശയമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഫീസൊന്നും ഇല്ലാത്ത ഒരു ക്ലാസ്സാണ്. രജിസ്ട്രേഷൻ ഉണ്ട്, ഫീസൊന്നുമില്ല കേട്ടോ. അപ്പോൾ വന്ന് ക്ലാസ് കേൾക്കുക. 4 മണി മുതൽ 6 മണി വരെയുള്ള ക്ലാസ്സാണ്. അപ്പോൾ അത് 4 മണി എന്ന് പറഞ്ഞാൽ 4:30 ആവൂലേ, 5 മണി ആവൂലേ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. കൃത്യം 4 മണിക്ക് അക്യൂഷ് ഇത് ഈ പ്രോഗ്രാം നടത്തുന്നത് ആരാന്ന് വെച്ചാൽ മലപ്പുറം അക്യുപഞ്ചർ അക്കാദമിയിൽ പഠിച്ചു കഴിഞ്ഞ് കോൺവക്കേഷൻ കഴിഞ്ഞ കുട്ടികളുണ്ട്. 19 ആൽഫ മലപ്പുറം 19-ാം ബാച്ചത്തെ 19 ആൽഫ ബാച്ചിലെ കുട്ടികൾ കൂടി നടത്തുന്ന സെമിനാറാണ്. അവരെ പഠന കാലയളവിലാണിത് നടക്കാറുള്ളത്. പക്ഷേങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ടൊന്ന് വൈകിയതാണ്. അപ്പോൾ പഠനം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർ അധ്യാപകരൊക്കെ കൂടിയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ കേൾക്കണേ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ചിലപ്പം വരാൻ പറ്റാത്ത ആളുകളാകും. എന്നാൽ നമ്മൾ കുടുംബക്കാരോ നമ്മൾ അയൽവാസിയോ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമുകളോ മറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുടുംബക്കാർ, അയൽവാസികൾ, കൂട്ടുകാരികൾ പലരും ഉണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അവരോട് അറിയിക്കുക. ഇനി വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ വായ കൊണ്ട് പറഞ്ഞു കൊടുത്താലും വേണ്ടിയില്ല, എന്ത് ചെയ്താലും വേണ്ടി വീഡിയോ ഷെയർ എടുത്താൽ നല്ലതാണ്. അവർക്കും വീഡിയോ കാണാം, അവർക്ക് നമ്മൾ പറഞ്ഞതിലപ്പുറം ക്ലിയറായിട്ട് കേൾക്കാം. അപ്പം പലവിധ ക്ലാസ്സുകളും പലയിടത്തും നടക്കാറുണ്ട്. പക്ഷേ നമ്മളെ ശരീരത്തെക്കുറിച്ചിട്ട്, നമ്മളെ ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വൃക്ക കേടാവുക എന്നുള്ളത് അല്ലേ. വൃക്കയുടെ തകരാറുകൾ പലതും, വൃക്ക ആരോഗ്യത്തെക്കുറിച്ചിട്ട് ഭക്ഷണമായാലും വെള്ളമായാലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലാതെയാണ്. വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞതനുസരിച്ചിട്ട് ആ വെള്ളമൊക്കെ കുടിക്കണം. നമുക്ക് ദാഹിക്കുമ്പോൾ ദാഹത്തിനനുസരിച്ച് വെള്ളം കുടിക്കാനുള്ളടത്ത് ദാഹിക്കുമ്പോഴല്ല ശരിക്കും നമ്മൾ വെള്ളം കുടിക്കുന്നത്. ദാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ചൂടത്ത് വെള്ളം കുടിക്കണം എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പം മഴ പെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അല്ല. അപ്പോൾ പൊതുവെ ഈ കാലാവസ്ഥയ്ക്ക് അങ്ങനെയല്ലേ പറയണത്, ദാഹം ഉണ്ടെങ്കിലും ഇല്ലേലും നമ്മൾ വെള്ളം കുടിക്കണം അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ദാഹം ഉണ്ടാകുമ്പോൾ നമ്മളെ ശരീരം ആവശ്യപ്പെടുന്നതാണ് എന്ത്, നമ്മളെ ദാഹം. അപ്പോഴാണ് നമ്മളെ ശരീരത്തിന് വെള്ളം ആവശ്യമുള്ളൂ. അതല്ലാതെ ദാഹമില്ലാതെ ചൂടുകാലമാണല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് വെള്ളം കുടിക്കുന്നത്, ദാഹമുള്ളപ്പോൾ വെള്ളം കുടിക്കും വേണം. അതൊന്നും തന്നെ ഒന്നിച്ച് ബോട്ടിൽ കണക്കെ ഒഴിക്കാതെ എന്താ ചെയ്യേണ്ടത്, കുറേശ്ശെ. അപ്പോൾ അതൊന്നും ഞാൻ പതിയെ പറയല്ല.
പൊതുവിൽ ആ ക്ലാസ്സിലേക്ക് വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വൃക്കയെ കുറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരാനും എല്ലാത്തിനും അവിടെ അധ്യാപകരുണ്ട്. അപ്പോൾ അൽത്താഫ് സാറെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇടി വെട്ടുന്ന പൊടി വെട്ടുന്ന തരം വീഡിയോകളുമായിട്ട് പെട്ടെന്ന് ലൈവായിട്ടും വീഡിയോസായിട്ടൊക്കെ വരുന്ന അൽത്താഫ് സാറെ അൽത്താഫ് സാറെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും നേരിട്ട് ചോദിക്കാനും വൃക്ക ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള എന്ത് ക്ലാസ്സുകളും ചോദിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റിയ ക്ലാസ്സാണ്. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ വരിക, ഈ വീഡിയോ കാണുന്ന എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുക. കൂടെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പറ്റൂലെങ്കിൽ നമുക്ക് അറിയപ്പെടുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.